ഇവിടെ എത്തിയല്ലോ അല്ലേ? ഓക്കെ. എവിടെ വീട്ടിലാണോ അതോ എവിടെയാണ്? ട്രിവാൻഡ്രത്തല്ലേ നീ എത്തിയത്? ഓക്കെ. ഞാൻ എന്താ ഈ മെസ്സേജ് അയക്കുന്നു പറഞ്ഞല്ല, ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ ഒരു മീഡിയയുമായിട്ടും കൊടുക്കാൻ പാടില്ല. ഈ എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ എന്തോ പറഞ്ഞെന്ന് ഞാൻ കേട്ടു. അത് തന്നെ ഒട്ടും അവിടെ വെച്ച് തന്നെ അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. അല്ലെങ്കിൽ നാളെ ഒരു മീഡിയയോട് പോലും സംസാരിക്കാൻ പാടില്ല. വളരെ ക്ലാരിറ്റിയോടെ കോൺട്രാക്റ്റിലുള്ളതാണ്. അതിന് ചെയ്യുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. അങ്ങനെ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെതായ രീതിയായിരിക്കും ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഗുളികയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപോളർ ഡിസോർഡർ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിബിൻ, മലയാളം ബിഗ് ബോസ് സീസൺ 6 ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഞാൻ അഡ്വക്കേറ്റ് ആണ്, അഡ്വക്കേറ്റ് സൂര്യ, ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരെയും വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായി. അത് ഒരു സാമൂഹികമായി പ്രശ്നം ഉള്ള ഒരു വിഷയമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് അത് നിങ്ങളെല്ലാവരിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സ്റ്റെപ്പ് എടുത്തത് എൻ്റെ ലൈഫിൽ. എനിക്കൊക്കെ അറിയാം, മീഡിയ ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറയാൻ തയ്യാറായത്. ഒരു പരാതി ഞാൻ ബിഗ് ബോസിനെതിരെ, അതായത് ബിഗ് ബോസ് സംഘാടകർക്കെതിരെ കൊടുത്തിരുന്നു ഇറങ്ങിയതിനു ശേഷം. കുറച്ചധികം കാലമായിട്ട് അതിന്റെ പുറകെ നടന്നതിന്റെ പേരിൽ ആ പരാതി ഞങ്ങൾ 2 സ്ഥലത്ത് പരാതി കൊടുത്തിരുന്നു. ഒന്ന് തമിഴ്നാട് DGPക്ക്. തമിഴ്നാട് DGP ആ പരാതി കൈക്കൊണ്ടു അവിടുത്തെ കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് അത് എത്തി. ഇന്നലെ ആ പരാതി സ്വീകരിച്ചു. പരാതി നമ്പർ ജനറേറ്റ് ആയി. എന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് വിളിച്ചു അവര്. ഇന്നലെയാണ് വിളിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പ്രസ് മീറ്റ് നമ്മൾ വിളിച്ചത്. നാളെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായി പോകുന്നു. അതുപോലെ നമ്മൾ കേരള DGPക്കും പരാതി കൊടുത്തു. അദ്ദേഹവും ആ പരാതി സ്വീകരിച്ച് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഈ പ്രസ് മീറ്റ് വിളിച്ച് ഈ കാര്യങ്ങൾ, അതായത് സീരിയസ് വയലേഷൻസ് അടങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തണം, നിങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തണം എന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. അപ്പൊ ഞാൻ കൊടുത്ത പെറ്റീഷന്റെ റെസീറ്റ് ആണ് ഈ കാണുന്നത്. ഈ പെറ്റീഷനിൽ ഞാനത് വായിക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് മലയാളം ബിഗ് ബോസ് സീസൺ 6 ഫോർ ക്രിമിനൽ കോൺസ്പിറസി, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, wrongful confinement, wrongful restraint, criminal intimidation, cheating and dishonesty, defamation, negligent act likely to spread infection or disease dangerous to life, criminal conspiracy, violation of medical ethics and concern, violation of Drugs and Cosmetic Act 1940. ഇത്രയും വയലേഷൻസ് ആണ് ഈ ഷോയ്ക്കെതിരെ ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തതും അത് അക്സെപ്റ്റ് ചെയ്തതും അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇത് നിങ്ങൾ അറിയിക്കാനാണ് വിളിച്ചത്. ഇതിന് ഉണ്ടായ സാഹചര്യം ഞാൻ പറയാം. ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലേക്ക് എത്തിയതും ഈ പരാതി കൊടുക്കാൻ എന്റെ ലൈഫിൽ എന്ത് സാഹചര്യം ഉണ്ടായതെന്ന് പറയാം. മാനുഷിക പരിഗണന കൊടുക്കാത്തവരാണ്, ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയായിരുന്നുണ്ടായിരുന്നത്. വീണ്ടും മാറ്റി. അങ്ങനെ ഞാൻ അവിടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു. ഞാൻ രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു, നിസ്സഹകരണം പ്രഖ്യാപിച്ചു. മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം അവർ തന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല, ഞാൻ നിങ്ങളോട് പറയുകയാണ്, അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല. ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത്. അദ്ദേഹം മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സാവന്ത് എന്നാണ്. അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന, എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവര് പറഞ്ഞൊരു അറിവ് അതാണ്. അപ്പൊ സാവന്ത് എന്ന് പറഞ്ഞ ഡോക്ടർ വീഡിയോ കോളിലൂടെ, വ്യക്തമല്ലാത്തൊരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ കൺസേൺ തന്നെ പറയുകയാണ്, ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്തൊരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക്. അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു, എന്റെ സിബിന് ഉറങ്ങാത്ത പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല. അപ്പൊ അയാൾ എന്നോട് പറയാണ്, സിബിന് ഞാനൊരു മരുന്ന് തരാം ഉറങ്ങാനായിട്ട്, അത് കഴിക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സൈക്യാട്രിക് ഡ്രഗ് ജീവിതത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല, ഞാൻ എടുക്കില്ല എന്നും പറഞ്ഞു, വാശി പറഞ്ഞു. എന്നാലും അദ്ദേഹം പറഞ്ഞു, സിബിന് വിശ്രമം ആവശ്യമാണ്, സിബിൻ ഒന്ന് പുറത്തേക്ക് പോയി കുറച്ചു നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായി എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവര് വിശ്രമിക്കാൻ സമ്മതിച്ചില്ല. അതായത് ഞാൻ അവിടെ യൂഷ്വലി മറ്റു മത്സരാർത്ഥികൾക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു അവസരം അവരോട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് അത് തന്നില്ല.
പുറത്തു പോയ സമയത്ത് എന്നെ ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ ഈ ഷോയുടെ 3 അധികൃതർ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 3 പേര് വന്ന് എന്നെ അവർ കണ്ടു. എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല, പുറത്തു പോകാൻ സാധിക്കില്ല, ഇത് അങ്ങനത്തെ ഒരു ഷോ അല്ല, അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ചു കയറുന്നതിന് മുമ്പ് ഒരു ഗുളിക കഴിക്കൂ, അപ്പൊ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ സമ്മതിച്ചു, മരുന്ന് കഴിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് ഒരു മരുന്ന് തന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ തിരിച്ച് വീടുകളിലേക്ക് കയറി. ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം എണീറ്റിട്ട് ഇവരെടുത്ത് ഇത് തന്നെ ആവശ്യപ്പെടാണ്, എനിക്ക് പുറത്തു പോകണം, എന്റെ ഉറക്കം ശരിയല്ല, ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അതായത് ഒരു മനുഷ്യന് 48 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെ. ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി, എനിക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ ഒരു കാറിലേക്ക് എന്റെ കണ്ണ് കെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ദൂരെയുള്ള ഒരു ഹോട്ടൽ മുറി, ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സൈൻ ഇൻ എന്നാണ്. ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത്. അത് യൂഷ്വലി ഇവരുടെ ഒരു പ്രൊസീജിയറാണ്, പ്രോട്ടോകോളാണ്. പുറത്ത് കൊണ്ടുപോയി ഈ വിശ്രമിപ്പിക്കുക എന്നുള്ളത്. അപ്പം നമ്മളെ വെളിയിലേക്ക് ഇറക്കില്ല, അത് അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായി നാം മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ എന്നെ പൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എണീറ്റ് ഒരു 11:45 രാത്രി ഇതേ ഡോക്ടർ വാട്സാപ്പ് വീഡിയോ കോളിൽ വന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എന്നാണ് അവർ വിളിക്കുന്ന എന്റെ മോൾ ഷൈൻഡറിന്റെ ഒരു സ്റ്റാഫിന്റെ ഫോണിൽ വീഡിയോ കോള് വരുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കോള് നിങ്ങൾക്കറിയാം, ചെന്നൈ ഔട്ടറിലാണ് ഈ EVP സ്റ്റുഡിയോ ഇരിക്കുന്നത്. അപ്പൊ അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്. ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയില് ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയ ആണ്. ശ്രീ പെരുമ്പത്തൂർ ഏരിയയിൽ നിങ്ങൾക്കറിയാം ഔട്ടറാണ്, അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്. നെറ്റ്വർക്ക് കുറവായ ഏരിയയിൽ ഒരു വാട്സാപ്പ് 3 പ്രാവശ്യം അയാളുമായിട്ടുള്ള വാട്സാപ്പ് കോൾ ഡ്രോപ്പായി. ആ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളി എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പുള്ളിക്ക് ഇംഗ്ലീഷാണ് സംസാരിക്കാൻ പറ്റുന്നത്, അതിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണ്, പുറത്തു പോകാൻ നിവൃത്തിയില്ല എന്ന് അവരെന്നോട് എടുത്തെടുത്ത് പറഞ്ഞു. അതായത് നിങ്ങളെ പുറത്ത് വിടില്ല, ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോ വേണോ വരാം, പുറത്തു പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും. അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ ആ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ആ ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നുമ്പോൾ പുറത്തു പോകാൻ പറ്റുന്ന ഒരു ഷോ ഒന്നും അല്ല ഇത്, ഞങ്ങൾ തീരുമാനിക്കും എപ്പോ പോകണമെന്ന്. അങ്ങനെയാണെങ്കിൽ വരാൻ പാടില്ലായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്ക് അറിയാൻ പുറത്തു പോകാൻ പറ്റില്ല, നിവൃത്തിയില്ല, ഇനി അകത്ത് തുറന്നേ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ അകത്ത് തുറക്കാൻ സമ്മതിക്കുന്നു. അന്ന് രാത്രി അദ്ദേഹം പറയുന്നു, സെബിൻ നന്നായി ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഉറക്ക ഗുളിക എന്ന് പറഞ്ഞ് എനിക്കൊരു ഗുളിക തന്നു, സ്ലീപ്പിംഗ് പിൽസ്. ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചതിന്റെ പേരിൽ ഞാൻ നന്നായി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെയും 2 ഗുളികകൾ എനിക്ക് തന്നവര്, 2 ഗുളികകൾ. ഈ 2 ഗുളികയും ഞാൻ കഴിച്ചു. അത് കഴിച്ചതോടുകൂടി എനിക്ക് സംഭവിച്ചത് പ്രോപ്പറായിട്ട് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. എനിക്ക് എന്താ പറയാ, മൊത്തത്തിൽ ക്ഷീണിതനായി ഞാൻ, വളരെ ക്ഷീണിതനായി ഞാൻ കട്ടിൽ ഇരിക്കുകയും സ്വാഭാവികം ഞാൻ ഉറങ്ങി പോവുകയും ചെയ്യും. ഞാൻ എണീക്കുന്നത് വൈകുന്നേര സമയമാണ്. സമയം അറിയില്ല, കാരണം അവിടെ ക്ലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ആ മുറിക്കകത്ത്. ഈ സമയത്തും എന്റെ വീട്ടുകാര് ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ എമർജൻസി കോൺടാക്ട് ആണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചു, എന്തിന് സിബിനെ പുറത്തേക്ക് കൊണ്ടുപോയി, എന്താണ് ആരോഗ്യ കാരണം, ഇവരാരും കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്താണ് എനിക്ക് സംഭവിച്ചെന്ന് പോലും ഇവരാരും പറയാൻ തയ്യാറായിട്ടില്ല. ഒരു മനുഷ്യര് പോലും എന്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെ അറിയിച്ചിട്ടില്ല. അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും ഇതുപോലെ 2 ഗുളിക കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിക കഴിക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു. ആ മൊബൈലിൽ ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനിൽ എന്റെ കണ്ടീഷനായിട്ട് ആ ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ്, അക്യൂട്ട് സ്ട്രെസ്. എന്നിട്ട് ഈ 2 ഗുളികകൾ, അതിൽ ഒരു ഗുളികയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, രണ്ടാമത്തെ ഗുളിക ഞാൻ ഓർക്കുന്നു, ഒലാൻസപ്പൈൻ എന്നാണ് ആ ഗുളികയുടെ പേര്, ഒലാൻസപ്പൈൻ. ഈ ഒലാൻസപ്പൈൻ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും അത് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഗുളികയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപോളർ ഡിസോർഡർ, ഈ 2 അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം, ഞാനൊരു മെഡിക്കൽ വിദഗ്ധനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം 6 മാസത്തെ കൺസൾട്ടേഷൻ വേണം, ഏറ്റവും മിനിമം. പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല, ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല. അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്യാട്രിയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് സ്കീസോഫ്രീനിയ.
ആ സ്കീസോഫ്രീനിയ കൊടുക്കുന്ന മരുന്നാണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു. ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ കൂടെയുള്ള ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നു, സിബിൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്നു. തിരിച്ച് എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്: ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റില്ല.